ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ കസിൻ. അപ്പോൾ ആളുടെ പേര് അപ്പു എന്നാണേ. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് ടൈം സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി. അതും പുറത്ത് കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതോ മഴയുള്ള ദിവസം. ശുഭം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയ വഴിക്ക് ഒരു കടയിൽ കയറി കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം കുറേ നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മഴയത്ത് കുടയും പിടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് കോവളം ബീച്ചിലായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ആൾക്ക് കണ്ണട വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ശംഖിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല, ചുമ്മാ നോക്കി നിന്നു. ഫൈനലി ഞങ്ങൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ അനിയത്തി മാത്രമാണ് ഇതിലില്ലായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വഴി പോകണ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുമായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അനിയത്തി ഞങ്ങൾ എല്ലാവരും നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആൾ മാത്രമാണ് ഇല്ലായിരുന്നത്. ആൾക്ക് ഞങ്ങളുടെ അവിടെ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലാണ്. അപ്പോൾ ആൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരുമായിട്ട് കുറേ നേരം അവിടെ നടക്കുമായിരുന്നു. പിന്നെ കൊച്ചു പിള്ളേർ കളിക്കണയൊക്കെ നോക്കിയിരുന്നേ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചായയും എഗ്ഗ് ബജ്ജിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പുറത്ത് പോയി ചായ കുടിക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് ബജ്ജി മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ബജ്ജിയായിരുന്നേ. പിന്നെ ഇത്രയും വലിയ ബബിൾസ് ഞാൻ ഫസ്റ്റാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നനഞ്ഞ കോഴികളെ പോലെയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. മഴ നനഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എൻ്റെ സൗണ്ട് ഫുൾ പോയിരിക്കുവാണേ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ എന്തോ അല്ലേ ഇതിനെ പറയുന്നത്, അങ്ങനെ ഒരു സാധനം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ പൂട്ടിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കുക ഈ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ മന്തി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും റെസ്റ്റോറൻറ്റ് നല്ല വൈബായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ ഈ മന്തി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം ഞങ്ങളുടെ മന്തി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയൊക്കെ ഓർഡർ ചെയ്തത് ബറോട്ട ബിരിയാണി അങ്ങനെ എന്തൊക്കെയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഫൈനലി മന്തി ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ തിരിച്ച് ബസ്സിലാണേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.